തെറ്റ് സംഭവിച്ചു പോയാൽ അതുകൊണ്ട് സംഭവിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം അൽ ഹിജാബ് ബൈനൽ അബ്ദി വ ബൈനല്ലാഹ്, അല്ലാഹുവിൻ്റെയും അവൻ്റെ അടിമകൾക്കുമിടയിൽ ഹിജാബ് വരും, അല്ലാഹുവിൻ്റെ ഒരു മറ വരും. അല്ലാഹു പടച്ച തമ്പുരാനെ പ്രാപിക്കുവാനോ അല്ലാഹുവിനോടൊന്ന് ചോദിക്കുവാനോ മനസ്സറിഞ്ഞ് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനോ സാധിക്കാതെ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെയും സ്രഷ്ടാവിൻ്റെയും ഇടയിൽ മറ വീഴുന്നുണ്ട്. ഒന്നാമത്തെ ശിക്ഷ അതാണ്. ഖൽബിന് ഒരു റാഹത്തും ഉണ്ടാവില്ല, നിസ്കരിക്കാൻ തോന്നൂല, തോന്നിയാൽ തന്നെ അതിന് റാഹത്ത് ഉണ്ടാവില്ല, ദ്വാരക്കാൻ തോന്നൂല. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. നാളെ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് വരാൻ കഴിയാതെ അല്ലാഹുവിൽ നിന്ന് അവർ മറയിലാക്കപ്പെടുന്നവരാണ്. പരലോകത്തും അങ്ങനെയാണ്. 2 യുവഹിഷുൽ മഖ്ലൂഖ മിനൽ ഖാലിഖി, സൃഷ്ടാവായ അല്ലാഹുവിൽ നിന്ന് സൃഷ്ടികളായ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ വരും. നമ്മുടെ ചിന്തകൾ തിന്മകളായി മാറും. എന്താ കാരണം എന്നറിയോ? ഇദാ സാഅ ഫിഅലുൽ മർഇ സാഅതു ളുലൂനുഹു. നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമായാൽ നമ്മുടെ ചിന്ത മോശമാവുന്നതാണ്. ചില ആൾക്കാർ കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കാണാൻ പറ്റും. മൂപ്പര് ആകെ ചിന്തിക്കണത് തന്നെ ആ വഴിക്കാണ്. മൂപ്പരെ സംബന്ധിച്ചുള്ള അത് നല്ല വ്യാഖ്യാനമാണ്. നമ്മൾ പറയും ദുർവ്യാഖ്യാനം ചെയ്തല്ലോ, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇവരെന്തിനാ മൂപ്പര് ദുർവ്യാഖ്യാനം ചെയ്തത്? നമുക്ക് ദുർവ്യാഖ്യാനമാണ്, പക്ഷെ മൂപ്പർക്ക് അത് നല്ല വ്യാഖ്യാനമാണ്. നമ്മൾ എന്താണോ കാണുന്നത്, നമ്മൾ എന്താണോ വായിക്കുന്നത്, നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയും. വ്യഭിചാരം അതിൻ്റെ ഫോട്ടോയോ അതിൻ്റെ വീഡിയോ കാണുന്ന ഒരു മനുഷ്യൻ ഏത് പെണ്ണിനെ കണ്ടാലും വ്യഭിചാരമാണ് ഓർമ്മ വരിക. അത് ഉമ്മാനെ കണ്ടാലും പെങ്ങന്മാരെ കണ്ടാലും മുത്തപ്പാൻ്റെ മോളെ കണ്ടാലും ഒക്കെ തോന്നും. എന്തേ? നമ്മുടെ പ്രവൃത്തി മോശമാകുമ്പോൾ ചിന്ത മോശമാകും. ആ സാധുക്കളെ ഇപ്പോൾ ഒന്നും അറിയാതെ ജീവിക്കുന്ന മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്. നമ്മിലാണ് പ്രശ്നം വരിക. തിന്മകൾ കാരണം മനുഷ്യൻ്റെ ചിന്തകൾ മാറിപ്പോകും, റാഹത്തുണ്ടാവില്ല, നിസ്കാരത്തിൽ ഒരു കോൺസെൻട്രേഷനും കിട്ടൂല. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. കആബത്തുൻ ദായിമ, എപ്പോഴും സങ്കടം വരും, എപ്പോഴും ടെൻഷനായിരിക്കും. ലാ യസാലു ബുന്യാനുഹുമുല്ലദീ ബനൗ റീബതൻ ഫീ ഖുലൂബിഹിം. മനസ്സിനുള്ളിൽ എപ്പോഴും ഒരു സംശയം, എപ്പോഴും ഒരു സങ്കടം, എപ്പോഴും എന്തെന്നില്ലാത്ത ദുഃഖഭാരം മനസ്സിലിങ്ങനെ ഘനീഭവിച്ച് കട്ടകെട്ടിക്കിടക്കും. എപ്പോഴേ? നമ്മൾ അല്ലാഹുവിൻ്റെ ഒരു നിയമത്തെ മറികടന്നാൽ, തെറ്റ് ചെയ്താൽ ടെൻഷൻ വരും. അത് തൗബ ചെയ്തിട്ട് നീക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തേത് പേടി വരും, ഹൃദയത്തിനുള്ളിൽ ഭയം വരും. സനുൽഖീ ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ ബിമാ അശ്റകൂ ബില്ലാഹ്. തെറ്റ് ചെയ്യുന്ന ആളുകളുടെ, തിന്മയെ സ്വീകരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഞാൻ പേടിയിട്ട് കൊടുക്കും. തെറ്റ് ചെയ്തൊരു മനുഷ്യന് ശരിക്കും അന്ന് ഉറങ്ങാൻ കഴിയില്ല, പേടിച്ചിട്ട് ഉറക്കം വരില്ല. നല്ല ഈമാനുള്ള മനുഷ്യന്മാർക്ക് തൗബ ചെയ്ത് തളർന്നങ്ങ് ഉറങ്ങിപ്പോവുക എന്നല്ലാണ്ട് ഉറങ്ങാൻ ധൈര്യം വരില്ല. സനുൽഖീ ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്. അല്ലാഹു ഒരു പേടിയിട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ തിന്മയുടെ അനന്തരഫലങ്ങൾ. ഏത് തെറ്റെന്നതിന് കണക്കില്ല, ഏത് തെറ്റിനും ഇതാണ് അവസ്ഥ. 10 എണ്ണമുണ്ട്. 5-ാമത്തേത് നഖിദും ഫിൽ മഈഷ, ജീവിതം സങ്കുചിതമാകും. എപ്പോഴും ആവശ്യം തീരാതെ. നമ്മൾ പറയില്ല, പഠിച്ചവനെ ഞാനിപ്പോൾ 5 കൊല്ലമായില്ലേ, ഇവിടെ 10 കൊല്ലമായി, 20 കൊല്ലമായി, 25, 35 കൊല്ലമായി, ഇപ്പോഴും എൻ്റെ ഒരു കാര്യം നടന്നിട്ടില്ലല്ലോ എന്നാണ് പറയാം. അങ്ങനെ പറയുന്ന എത്ര ആൾക്കാരുണ്ട്. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം സംഭവിക്കും നല്ല മനുഷ്യന്മാർക്ക്. തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകൾ. നഖിദും ഫിൽ മഈഷ. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. ജീവിതം സങ്കുചിതമായി പോകും. അപ്പോൾ ഭാര്യനിട്ട് ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് ഇങ്ങോട്ടും ഇഷ്ടമുണ്ടാവില്ല, മക്കൾക്ക് വാപ്പാനെ കണ്ടുകൂടാ, വാപ്പാക്ക് അങ്ങോട്ടും കണ്ടുകൂടാ, ഒരു സന്തോഷമല്ല. വീട് പണിയൊക്കെ കഴിഞ്ഞ് കുടിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു റാഹത്തും ആ പെരക്കാരിയായില്ല. എന്തേ? ആള് തെറ്റ് ചെയ്യുന്ന ആളാണ്, ആള് തിന്മയിൽ ജീവിക്കുന്ന ആളാണ്. ഹൃദയം കടുത്തു പോകും. വജഅൽനാ ഖുലൂബഹും ഖാസിയ, വജഅൽനാ ഖുലൂബഹും ഖാസിയ.
ഖൽബിനുള്ളിൽ ലവലേശം കാരുണ്യമുണ്ടാവില്ല. എത്ര മനുഷ്യർ ചോര ചിന്തി ഭരിച്ചാലും ഖൽബ് പെടയൂല, ഖൽബ് പെടക്കൂല ചില ആളുകൾ. അതെന്താ, അതിനെന്താ എന്ന് ചോദിക്കും. കുറ്റവാളികൾക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയുന്ന ക്രിമിനലുകൾക്ക് ഹൃദയം കടുത്തുപോകും. വജഅൽനാ ഖുലൂബഹും ഖാസിയ. ഏഴാമത്തേത് അവരുടെ മുഖത്തൊരു കറുപ്പ് നിറം വരുന്നതാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുതരം കറുപ്പ്, ഒരുതരം മുഖത്തിൻ്റെ നൂറ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന. സുബ്ഹാനല്ലാഹ്. فأما الذين اسودت وجوههم أكفرتم. മുഖത്തിന് കറുപ്പ് നിറം വരും, മുഖം ഒരുതരം ഇരുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണാടി നോക്കി എന്താ പഴയ ഗ്ലാമറൊന്നും ഇല്ലല്ലോ, ഇവിടെ തെറ്റ് സംഭവിച്ചു പോയതാണ്. മഹാന്മാരൊക്കെ തെറ്റ് സംഭവിച്ചാൽ കണ്ണാടിൻ്റെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുന്നതാണ്. എന്ന് നോക്കാം, പടച്ചവൻ അതിൻ്റെ വല്ല അടയാളവും എൻ്റെ മുഖത്ത് ഇപ്പോൾ പതിഞ്ഞിട്ടുണ്ടാകുമോ ഇല്ലയോ എന്ന് പേടിക്കുന്നതാണ്. ഇസ്വദ്ദത്ത് വുജൂഹുഹും. എട്ടാമത്തേത് അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഹൃദയത്തിൽ അയാളെക്കുറിച്ച് വെറുപ്പ് വരും. മുഅ്മിനീങ്ങളുടെ ഖൽബിൽ വെറുപ്പ് വരും. മുഅ്മിനീങ്ങൾ, നിഷ്പക്ഷരായ മുഅ്മിനീങ്ങൾ, അങ്ങനെ തന്നെ പറയണം അതിൻ്റെ അർത്ഥം. നിഷ്പക്ഷരായ മുഅ്മിനീങ്ങൾ. ഏതെങ്കിലും സംഘടനയ്ക്ക് വേണ്ടി ചിന്താബാധ വിളിക്കല്ല, ഒരു നിഷ്പക്ഷരാണ്. ഉണ്ടല്ലോ, ഹക്കും ബാത്തിലും കാണാൻ കഴിയണം. അതൊരു വല്ലാത്ത കഴിവാണ്. അതെന്നാർക്കും ഇല്ല, പറഞ്ഞു കൊടുത്താൽ അത് തിരിയില്ല. ഹക്കും ബാത്തിലും കാണാൻ കഴിയണം. നമ്മളാരും മഅസൂമീങ്ങളല്ല. അമ്പിയാക്കന്മാർ മാത്രം മഅസൂമീങ്ങൾ. അമ്പിയാക്കന്മാർ അവരും തെറ്റ് സംഭവിക്കില്ല. നമ്മൾ മനുഷ്യന്മാരല്ലേ, തെറ്റ് സംഭവിക്കുമ്പോൾ തിരുത്തണം. അപ്പോൾ തെറ്റാന്ന് തന്നെ വിചാരിക്കാതിരുന്നാൽ പിന്നെ എങ്ങനെ തിരുത്തുക? നമ്മൾ തെറ്റ് ചെയ്യൂല, നമ്മൾ ആദ്യം ഉറപ്പിച്ച് വെച്ചത്. നമ്മൾ തെറ്റ് സംഭവിക്കൂലേ? നമ്മൾ ഔലിയാക്കന്മാർക്ക് തെറ്റ് സംഭവിക്കൂലേ? സംഭവിക്കും. ആർക്ക് ഇസ്മത്ത്? അമ്പിയാക്കന്മാർക്ക് മാത്രമുള്ള ഇസ്മത്ത്. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ പാപസുരക്ഷ. അവരിത് മുഴുവൻ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയണത്. ഒരാൾ പറഞ്ഞു, ഇപ്പോൾ സിസർ വലിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, മറ്റേ ഇന്നാലിൻ്റെ ഒരു മഹാൻ ചുരുട്ട് വലിക്കുന്ന ആളായിരുന്നല്ലോ, മൂപ്പര് വലിച്ചോട്ടെ, മൂപ്പരും പഠിച്ചവനും തമ്മിൽ. പക്ഷെ അത് ശരിയാത്താണോ? ശരിയാത്ത ആരാ ഇത്തിബാഴ് ചെയ്യേണ്ടത്? അഷ്റഫുൽ ഖൽഖ് തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ ഓരോരുത്തർ ഇത്തിബാഴ് ചെയ്താൽ ദീൻ എവിടെ പോകും? പിന്നെ എന്തിനാ ഖുർആനും സുന്നത്തും ഹദീസും ഫിഖ്ഹും മസലക്ക് എന്തിനാ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്തിബാഴ് ചെയ്യേണ്ടത് അള്ളാഹിൻ്റെ റസൂലിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്അലകൾ ആലിമീങ്ങളിൽ നിന്ന് പഠിക്കും വേണം. സാധാരണക്കാർ മസ്അല പറയുകയും ചെയ്യരുത്. ഇത്തിബാഴ് നിബിതങ്ങളും സ്വഹാബിമാരും, അവരെ ഇത്തിബാഴ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ വ്യക്തികൾ അത് അവരും പഠിച്ചവനായിക്കോട്ടെ. ഫുഖഹാവ് പറഞ്ഞൊരു വിഷയം, ആലിമീങ്ങൾ ഫത്വ നൽകിയൊരു വിഷയം, അതിനെതിരിൽ ഒരാൾ ചെയ്താൽ ആ ചെയ്തതാണോ ഈ ആലിമിയുടെ ഫത്വയാണോ ശരി? ഏതാ ശരി? ആലിമിയുടെ ഫത്വയാണ്. ഒരു പക്ഷേ ആ ചെയ്യുന്ന മനുഷ്യൻ ഇപ്പോൾ ബോധമല്ലാതെ മജ്ദൂബായ ഔലിയാക്കന്മാരുണ്ട്. അവർക്ക് തന്നെ അറിയില്ല ഓല് എന്താ ചെയ്യണത്. അവരിപ്പോൾ തുണിയൊക്കെ ഇട്ട് ഓടിയിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ചിലത് സുന്നത്താന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തെറ്റുകളെ നമ്മൾ അങ്ങനെ ന്യായീകരിക്കും. തെറ്റാണെന്നും ശരിയാണെന്നും മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച മരിക്കണ കാലം വരെ നമുക്ക് വേണമെന്നാണ്. നമ്മുടെ പക്ഷത്ത് ശരിയുണ്ടെങ്കിൽ അത് ശരിയാണ്, അത് നമ്മുടെ പക്ഷേ തെറ്റ് പറ്റിയിട്ടുണ്ടോ അത് തെറ്റാണ്. അത് കാണാനും അറിയാനുമുള്ള ഉൾക്കാഴ്ച നമുക്ക് അപ്പോഴേ ഉമ്മത്ത് നന്നാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ കണ്ണുഞ്ഞുമ്പി പോവും. ഈ ഉമ്മത്ത് പരസ്പരം തസ്കീത്ത് ചെയ്യുന്ന ഉമ്മത്താണെന്നാണ്. നമ്മളെന്ത് ചെയ്യും? ഒരാൾ അത് ചെയ്ത് ശരിയായില്ല കേട്ടോ, അസ്തഗ്ഫിറുല്ലാഹ്, പറ്റിപ്പോയി, ഞാനത് ചെയ്യൂല, അതൊരു തിരുത്താണ്. നേരെ മറിച്ച് നമ്മൾ ചെയ്തതൊക്കെ ശരിയാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ പല സംഘടനക്കാരുണ്ട്. അവരെല്ലാത്തിനും തക്ബീർ വിളിക്കും. എന്ത് പറഞ്ഞാൽ അല്ലാഹു അക്ബർ. അത് എന്താണ് പറയണത്, എന്താ വിഷയം, അത് ശരീഅത്തിലുള്ളതാണോ, അത് ശരിയാണോ? അങ്ങനെ ആയിപ്പോവരുത്. അന്ധത ബാധിക്കരുത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. മഹാനായ ഷെയ്ഖ് മുഹ്തസിബുൽ ഔലിയ വൽ ഉലമ, മുഹ്തസിബുൽ ഫുഖഹാഇ വൽ ഔലിയ, മഹാനായ അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സംബന്ധിച്ച് പറഞ്ഞത്, മുഹ്തസിബുൽ ഫുഖഹാഇ വൽ ഔലിയ, ഔലിയാക്കന്മാർക്കും ആലിമീങ്ങൾക്കും തിരുത്തി കൊടുക്കാൻ കഴിയുന്ന ആളായിരുന്നു ഷെയ്ഖ് അഹ്മദ് സറൂഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ആർക്ക്? ഔലിയാക്കന്മാർക്കും തിരുത്തി കൊടുക്കും, ഫുഖഹാക്കൾക്കും തിരുത്തി കൊടുക്കും. ഹംബലി മദ്ഹബുകാരനായിരുന്നു. അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ മുഹ്തസിബുൽ ഔലിയാഇ വൽ ഫുഖഹാ. എന്താണ് അതിൻ്റെ കാഴ്ചപ്പാടെന്താണ്?
ഔലിയാക്കന്മാർക്കും തിരുത്തി കൊടുക്കും, ഫുഖഹാക്കൾക്കും തിരുത്തി കൊടുക്കും. അപ്പോൾ എത്രയായിരിക്കും ആ മഹാൻ്റെ പവർ! സുബ്ഹാന ജല്ല ജലാലു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ശരീഅത്തിനെ മാറ്റിവെച്ചുകൊണ്ട് ദീൻ ദുനിയാവിലില്ല. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ കിതാബിൽ മഹാൻ രേഖപ്പെടുത്തി വെച്ച എഴുതി ഇന്നും വായിക്കാൻ പറ്റുന്ന വചനമാണത്. ഏതൊരു ത്വരീഖത്തിൻ്റെ വഴിയും, ഏതൊരു വിലായത്തിൻ്റെ വഴിയും, ഏതൊരു ഔലിയാഇൻ്റെ വഴിയും ശരീഅത്തിൽ കിതാബ് അല്ലാഹി വസുന്നത്ത് റസൂലിഹി, ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ്. അതാരാ എഴുതി വെച്ചത്? മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ദീനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. നമ്മുടെ ഉലമാ എന്താണോ പഠിപ്പിച്ചു തരുന്നത് അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഉലമാഇൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ടാവും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവർ പറയുന്നത് ഇൽമാണ്, അവർ പഠിപ്പിക്കുന്നത് ഇൽമാണ്, ശരീഅത്താണ്. പക്ഷേ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരു പക്ഷേ തെറ്റുണ്ടായിരിക്കാം. അത് നമ്മൾ ഉത്തരവാദികളല്ല, അവരും പടച്ചവനും തമ്മിലായിക്കോട്ടെ. ഇത്തിബാ ആരെയാണ്? അഷ്റഫുൽ ഖൽഖ് തങ്ങളെയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വഹാബിമാരെയാണ്. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഖൽബിനുള്ളിൽ തെറ്റ് ചെയ്യുന്ന ആളുകളോട് ദേഷ്യം വരുന്നതാണ്. മുഅ്മിനീങ്ങളായ ആൾ, സത്യത ഞാൻ പറഞ്ഞത്, നിഷ്പക്ഷരായ മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ കാരണം വെറുതെ അല്ലാഹു അക്ബർ വിളിക്കണവരല്ല. നിഷ്പക്ഷരായ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ഒരാളെക്കുറിച്ച് അള്ളാഹു ഇട്ട് കൊടുക്കുന്നൊരു റിള ഉണ്ടാവും. അള്ളാഹുവിന് അവരെ ഇഷ്ടമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് അള്ളാഹു ഇഷ്ടമിട്ട് കൊടുക്കും. അള്ളാഹുവിന് അവരെ വെറുപ്പാണ്, മുഅ്മിനീങ്ങളുടെ ഖൽബിൽ വെറുപ്പിട്ട് കൊടുക്കുക. അവർ ഇപ്പോൾ മുമ്പ് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, പക്ഷേ മനസ്സുകൊണ്ട് ഇഷ്ടമല്ല, എനിക്ക് ആളെ ഇഷ്ടമല്ല, എനിക്ക് ആ കാര്യം ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലൂടെ 2 ജനാസ കടന്നു പോകുമ്പോൾ, ഒരു ജനാസ കടന്നു പോയപ്പോൾ ആൾക്കാർ എന്ത് പറഞ്ഞു? അസ്നഉ അലൈഹി യാ റസൂലല്ലാഹ്, നബിയെ എന്തു നല്ല മനുഷ്യനായിരുന്നു, നബിയെ നല്ല മനുഷ്യനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, വളരെ നല്ല ആളായിരുന്നു, ജനങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. വജബത്ത്, നിർബന്ധമാണ്. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ വേറൊരാളുടെ മയ്യത്ത് പോകുന്നു. അവർ പറഞ്ഞു, നബിയെ മഹാ കുഴപ്പക്കാരനായിരുന്നു, ഫിത്ന എന്ന് പറഞ്ഞാൽ തിരുപ്പന്നെയായിരുന്നു നബിയെ ഇയാളുടെ പണി. ഈ മനുഷ്യനെ കൊണ്ട് ഇടങ്ങേറായിട്ടുണ്ട് അവരുടെ അയൽവാസികളും നാട്ടുകാരും. അങ്ങനത്തെ മനുഷ്യനാണ്. വജബത്ത്, 2 മുസ്ലിമായിരുന്നു കേട്ടോ. വജബത്ത്, നിർബന്ധമാണ്. പുണ്യനബി തങ്ങളോട് സ്വഹാബ് ചെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരായ നബിയോരെ, എന്താണങ്ങ് വജബത്ത് എന്ന് പറഞ്ഞത്? അതിൻ്റെ ആശയം എന്താണ്? അപ്പോൾ പറഞ്ഞു, ആ മനുഷ്യനെപ്പറ്റി നിങ്ങൾ നന്മ പറഞ്ഞില്ലേ, അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. ഇയാളെപ്പറ്റി നിങ്ങൾ മോശമല്ലേ പറഞ്ഞത്? വജബത്ത് ലഹുന്നാർ, അയാൾക്ക് നരകം നിർബന്ധമായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അൻതും ശുഹദാഉല്ലാഹി ഫി അർദിഹി, നിങ്ങൾ അള്ളാഹിൻ്റെ സാക്ഷികളാണ് ഈ ഭൂമിയിലെ. മുഅ്മിനീങ്ങൾ അള്ളാഹിൻ്റെ സാക്ഷികളാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ആ കണ്ടതിന് ഞാൻ സാക്ഷിയാണ്, ആ പറയുന്ന അതന്നെയാണ് ഞാനും. അള്ളാഹുവിൻ്റെ അടുത്ത് എന്താണോ തീരുമാനം, ആ തീരുമാനമാണ് മുസ്ലിം ബഹുഭൂരിപക്ഷത്തിൻ്റെ നിഷ്പക്ഷരായ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്നാണ്, അള്ളാഹിൻ്റെ തീരുമാനമാണത്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരോടൊരു വെറുപ്പ് അള്ളാഹു ഇട്ട് കൊടുക്കും. എത്ര മറച്ചു പിടിച്ചിട്ടും കാര്യമില്ല എന്നാണ്. 9 ദീഖും ഫിർ റിസ്ഖ്, ഭക്ഷണത്തിൽ, നമ്മുടെ വരുമാനത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ജോലിയിൽ, സമ്പാദ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സങ്കുചിതത്വം, ഒന്നിനും തികയാതിരിക്കുക. എത്രയോ വലിയ അക്കങ്ങൾ ശമ്പളം വാങ്ങുന്ന മനുഷ്യന്മാർ പറഞ്ഞില്ലേ, മാസാവസാനമാകുമ്പോൾ പഠിച്ചവരെ കടം വാങ്ങലാണ്. അങ്ങനെ എത്ര ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ലോണ്, അല്ലെങ്കിൽ ബാങ്കുമായുള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ നാട്ടിലേക്ക് ഉണ്ടിക്ക് തവണയായിട്ട് പൈസ അയക്കൂലേ, അതിലൊക്കെ പലിശ വരും. അങ്ങനെ കൂട്ടിയിട്ടല്ലേ തരിക. സമയത്തിനനുസരിച്ച് വില കൂട്ടുന്നതൊക്കെ എന്താണ്? ഇത്ര സമയം കൊണ്ട് തന്നാൽ ഇത്ര, 2 മാസം കഴിഞ്ഞ് തന്നാൽ ഇത്ര തരേണ്ടി വരും, 6 മാസം കഴിഞ്ഞ് തന്നോളൂ ഇത്ര തരേണ്ടി വരും. അതാണ് പലിശ. ഈ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ റാഹത്ത് ഉണ്ടാവില്ല. അതൊരു വലിയ പരീക്ഷണമാണ്. അതൊന്ന് വേഗം കരകയറാൻ നോക്കുക. എന്തെങ്കിലും ചെയ്തിട്ട് സംഭവിച്ചു പോയത് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അതില്ലാതിരിക്കുക. അതൊരു വലിയ റാഹത്താണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പലിശ ഇടപാടുകൾ ഇല്ലാതിരിക്കുക. പലിശയുടെ ഒരു പൊടി പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറയുമ്പോൾ. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഒരു കുറച്ച് പോയിൻ്റ് തരുന്നുണ്ട്, അപ്പോൾ ആ പോയിൻറ്റിന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ പറ്റും. ആരായി തരുന്നത്?
പച്ചപ്പലിശ ബാങ്കുകാരാ തരുന്നത്. ഓരിപ്പോൾ ഹലാലായ പൈസ ഉണ്ടാക്കിയിട്ടാണ് പോയി തരുന്നത്. ഓരത് മുഴുവൻ ഹറാം തന്നെയല്ലേ. അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഹറാമായ പ്രൊഡക്റ്റുകളാണ് അല്ലേ. അപ്പോൾ ജോലി തരുന്ന സമ്മാനം എന്ന് പറഞ്ഞിട്ട് വെറുതെ എടുക്കാൻ പറ്റുമോ? ഒരു പട്ടി പലിശക്കാരനാ മൂലയിലെ കൊണ്ടേക്കോളി, ഒരു 1000 രൂപ ഡെയിലി നിങ്ങൾ കൊണ്ടേക്കോളി കേട്ടോ, എൻ്റെ വകയാണെന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുമോ? പറ്റുമോ? ചിലർ പറയുന്നത് നമ്മളായിട്ടൊന്നും ചെയ്തിട്ടല്ല, ഓലും ഇങ്ങോട്ട് തരുന്ന പോയിൻ്റാണ് എടുത്തൂടെ. അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കുക. പറ്റുമോ? ഇല്ല. അന്ത്യനാളിനോടടുക്കുമ്പോൾ നിങ്ങൾ പലിശയിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥ വരും. അത്രയൊന്നും ഇല്ലെങ്കിലും ഓബാറെങ്കിലും നിങ്ങളുടെ ദേഹത്തേക്ക് പാറുന്നു, പലിശൻ്റെ പൊടിയെങ്കിലും പാറും ദേഹത്തേക്ക്. അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചാൽ പൊടിയെങ്കിലും ദേഹത്തേക്ക് വരും. അങ്ങനത്തെ കാലഘട്ടമാണ് അന്ത്യനാളിനോടടുത്ത കാലഘട്ടം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീഖും ഫിർ റിസ്ഖ്, തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ ഈ സങ്കുചിതത്വം ഉണ്ടാവും. തെറ്റ് നമ്മൾ ഒരു പ്രത്യേകമായ ഒരു പെർട്ടിക്കുലർ തെറ്റിനെ കുറിച്ച് നല്ല പറയാം. അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരം എന്തൊക്കെയുണ്ടോ അതൊക്കെ റിസ്ഖിൽ ബാധിക്കും. അവസാനത്തേത് ഗളബുർ റഹ്മാനി വനഖ്സുൽ ഈമാൻ വഹുലൂലുൽ മസായിബി വൽ അഹ്സാൻ. ഗളബുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു നമ്മളോട് ദേഷ്യപ്പെടും. വനഖ്സുൽ ഈമാൻ, ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈമാനെ സംബന്ധിച്ച് അഖീദയുടെ ഉലമാഇനിടയിൽ ഒരു ചർച്ച ഉണ്ട്. അൽ ഈമാനു യസീദു വയൻഖുസു. ഇമാം ബുഖാരി തങ്ങളൊക്കെ ബാബിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, ഇമാം മുസ്ലിം തങ്ങളൊക്കെ. ഈമാൻ കൂടുമോ കുറയുമോ? വിശ്വാസം അതിങ്ങനെ അവിടെ നിൽക്കല്ലേ, അതിപ്പോൾ ഇങ്ങനെ കൂടുക കുറയുക? അത് കൂടും, അത് കുറയും. ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ ഇസ്ലാം സെൻ്ററിൻ്റെ ബിൽഡിങ്ങിൽ. ഈ ബിൽഡിങ് ഒരു 150 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഇത്ര ധൈര്യത്തിൽ നമ്മളോട് ഇരിക്കുമോ? ഇല്ല. അതായത് സിമെൻറ്റും കമ്പിയൊക്കെ എക്സ്പയർ ആയിട്ടുണ്ടാവും ആ ടൈം ആകുമ്പോഴേക്കും. അത്രയൊന്നും അതിന് മുമ്പ് തന്നെ എക്സ്പയർ ആവും. നമ്മൾ ദുന്യാവിൽ മൊത്തം ഒരു വിശ്വാസത്തുമ്പോൾ നമ്മൾ പോണത്. ഈ ബിൽഡിങ് പൊളിഞ്ഞു ചാടൂല എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതും നിങ്ങളിവിടെ ഇരിക്കണതും. അതിന് റൂഫ് കമ്പിക്ക് ഉറപ്പുണ്ടല്ലോ. കമ്പി സിമെൻറ്റും കൂടുമ്പോൾ ഉറപ്പ് കൂടല്ലേ ചെയ്യുള്ളൂ. അതിപ്പോൾ അടുത്തുണ്ടാക്കിയതാണല്ലോ, ഇപ്പോൾ അടുത്തല്ലേ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തലയിക്കൊന്നും വീഴില്ല, പോയിരിക്കാം. ഇതൊരു വിശ്വാസമാണ്. ആരെക്കുറിച്ച്? ഇരുമ്പിനെക്കുറിച്ചും സിമെൻറ്റിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. നമ്മൾ വാഹനത്തിൽ കയറുന്നു, നല്ല ടയറാണ് കേട്ടോ, മെയിൻ്റനൻസൊക്കെ ഉള്ള ബസ് തന്നെ, RTNൻ്റെ ബസ്സല്ലേ, നല്ല ഡ്രൈവർമാരും ആയിരിക്കും, ഓലൊക്കെ നോക്കിയിട്ടല്ലേ പണി കൊടുക്കുള്ളൂ, അതുകൊണ്ട് കയറിയിരിക്കാം. അതൊരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് ലൈസൻസ് ഇല്ലാത്ത കുട്ടികളൊപ്പം നിങ്ങൾ പോവുമോ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ? എന്തേ? നമുക്ക് വിശ്വാസമല്ല. ദുന്യാവ് മൊത്തം വിശ്വാസത്തിന്മേലെ ഓടണത്. പിന്നെ എന്താ ഈമാൻ പറയുമ്പോൾ മാത്രം അത്ര പ്രശ്നം? നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് പറയുന്നത്. നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, ഓല് വിയർപ്പൊന്നും കൂട്ടി പൊറോട്ട ചുറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. കൈയൊക്കെ കഴുകാനുണ്ടാവും, മൂക്കൊക്കെ പൊറോട്ടയ്ക്കൊന്നും ആവില്ല ചീറ്റണത്. ഈ ഒരു സമാധാനത്തിൽ നമ്മൾ കഴിക്കണത് അല്ലേ? അത് കിച്ചനെ കുറിച്ചുള്ളൊരു വിശ്വാസമാണ്. ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ളൊരു ഈമാനാണത്. നമ്മൾ ഈമാനിൽ പെടൂലേ, വാക്കൃത്തം പറയാണ്. ദുന്യാവ് മൊത്തം അങ്ങനെയാണ്. ഈ കസേര ഇത് ഫൈബറാണ്, പ്ലാസ്റ്റിക്കാണ്, കോസ്മോ പ്ലാസ്റ്റ് ആരുണ്ടാക്കിയെന്ന് അറിയില്ല. ഏതായാലും ഇതൊന്നും പൊളിഞ്ഞാടി വീഴില്ല, ഇരിക്കാൻ പറ്റും. ആ ഒരു പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള വിശ്വാസത്തിലാണ് നമ്മളായിരിക്കണത്. എല്ലാം വിശ്വാസത്തിലാണ് ഈമാൻ. നമ്മൾ പറയും, മുസ്ലിമീങ്ങൾ എന്ത് പറയും? ആമന്ന ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഈമാൻ കുറയും. നമുക്കിപ്പോൾ ഈ സാധനത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച്, അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഈ ഇരുത്തത്തിന് ഒരു ഉറപ്പ് കുറവ് വരും. മനുഷ്യൻ്റെ ഖൽബിലെ ഈമാൻ അങ്ങനെയാണെന്നാണ്. തെറ്റ് ഇബാദത്ത് കൂടുന്തോറും ഈമാൻ കൂടി വരും. തെറ്റുകൾ ചെയ്യുന്തോറും ഈമാൻ കുറഞ്ഞു വരും. അൽ ഈമാനു യസീദു വയൻഖുസു യസീദുഹു ത്വാഅത്ത് വയൻഖുസുഹു അൽ മആസി. തെറ്റുകൾ ഈമാനെ കുറച്ചു കളയും, നന്മകൾ ഈമാനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അങ്ങനെയാണ് ഈമാൻ. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. മുഅ്മിനീങ്ങളുടെ ഒരു തരം ലക്ഷണം തന്നെ അതാണ്. ഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ഈമാൻ വർദ്ധിക്കും. അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഫബാഉ ബിഗളബിൻ അലാ ഗളബ്. അള്ളാഹുവിൻ്റെ ദേഷ്യം വരും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ.